പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചില വാഗ്ദത്ത പൂർത്തീകരണത്തിൻ്റെ തൊട്ട് വാതിൽക്കൽ താങ്കൾ ആയിരിക്കുകയാണ്. അല്പം പോലും പ്രതീക്ഷ കൈവിടാതെ ഇത്രയും നാൾ കാത്തിരുന്നത് പോലെ കുറച്ചുകൂടെ കാത്തിരിക്കുവാനായിട്ട് തയ്യാറാകുക. ദൈവിക വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണം നിങ്ങളുടെ തൊട്ട് മുമ്പിൽ നിങ്ങൾ കാണുവാനായിട്ട് പോവുകയാണ്. ഒരു സ്റ്റെപ്പ് കൂടെ കയറി പറഞ്ഞാൽ, ചില പ്രൂഫുകൾ കയ്യിൽ പിടിച്ചുകൊണ്ട്, ചില പ്രൂഫിന്മേൽ കാൽ ചവിട്ടി നിന്നുകൊണ്ട്, ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തത്തിൻ്റെ പ്രൂഫുകളായി ചിലത് കാണിച്ചുകൊണ്ട് സാക്ഷ്യം പറയത്തക്ക വിധത്തിൽ, എൻ്റെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ് എന്ന് പറയത്തക്ക വിധത്തിൽ ഒരു സ്റ്റെപ്പ് കൂടെ കയറി പറയട്ടെ. മറ്റുള്ളവർ, ഒരുപക്ഷെ നിങ്ങളുടെ തലമുറകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി എൻ്റെ പിതാവിൻ്റെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ് എന്ന് പറയത്തക്ക വിധത്തിൽ ചില അത്ഭുതകരമായ വാഗ്ദത്ത നിവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ എൻ്റെ ദൈവം സർവശക്തനാണ്. അതുകൊണ്ട് കാത്തിരിക്കുക, ദൈവത്തിൻ്റെ സന്നിധിയോട് ചേർന്നിരിക്കുക. ഇന്നാളുകളിൽ ആ പൂർത്തീകരണത്തിൻ്റെ പ്രൂഫുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങളെ കാണിക്കുവാനായിട്ട് പോവുകയാണ്. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. എ ന്യൂ ഡേ വിത്ത് ജീസസ്, യേശുവിനോടൊപ്പം പുതിയ ദിനം എന്നുള്ള ഈ പ്രഭാത വചനധ്യാനത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഹാർദവുമായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവൻ സംസാരിക്കുന്ന ദൈവമാണ്. ആരൊക്കെയോ ഏതൊക്കെയോ ദേവന്മാർ സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞ് നാം കേട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ദൈവത്തെ പറ്റി നാം മനസ്സിലാക്കുക, നമ്മളോട് ഹൃദ്യമായി സംസാരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇനി ആ ദൈവം എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചാലുണ്ടല്ലോ, അത് ദൈവമക്കൾക്ക് ആശ്വാസത്തിനും ദൈവമക്കളുടെ ജീവിതത്തിൻ്റെ രൂപാന്തരത്തിനും വേണ്ടിയിട്ടായിരിക്കും. ദൈവമക്കൾ തന്നോട് ചേർന്നിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ തൻ്റെ മക്കൾക്ക് ഗുണകരമായിട്ടുള്ളതല്ലാതെ ഒന്നും തന്നെ താൻ പറയുകയില്ല. പലപ്പോഴും പല വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ചിലത് ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ, ചില കാര്യങ്ങൾ മാറ്റിവെക്കാനാകട്ടെ, ചില കാര്യങ്ങൾ വേണ്ടത് വയ്ക്കാനാകട്ടെ, അങ്ങനെയൊക്കെ ദൈവം പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ചെറുതായിട്ട് കുത്തുകൊള്ളുമെങ്കിലും, ചില ഭാരങ്ങൾ ഹൃദയത്തിൽ ഉണ്ടാകുമെങ്കിലും, നാം ഒത്തിരി ആഗ്രഹിച്ചിട്ട് ചിലത് സംഭവിക്കാതിരിക്കുമ്പോൾ ചില വിഷമങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും, എല്ലാം അറിയുന്ന സർവജ്ഞാനിയായ ദൈവം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്നുള്ള ദൈവീകമായ തിരിച്ചറിവ് ഒരു ദൈവ പൈതലിനുണ്ടെങ്കിൽ അവൻ ഒരിക്കലും ഭാരപ്പെടേണ്ടതായിട്ട് വരികയില്ല. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ദൈവം സംസാരിക്കുന്നവനാണ്. അത് എന്തെങ്കിലും ദൈവം പറയുകയാണ് എങ്കിൽ തൻ്റെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ദൈവം ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ തന്നെ ദൈവം തൻ്റെ മക്കളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി നിരവധിയായ വാഗ്ദത്തങ്ങൾ ഈ വേദപുസ്തകത്തിനകത്ത് വച്ചിട്ടുണ്ട്. ഓരോ വാഗ്ദത്തങ്ങൾക്ക് പിന്നിലും ദൈവികമായിട്ടുള്ള ഒരു ക്രമമുണ്ട്, ദൈവികമായിട്ടുള്ള ചില ക്ലോസുകളുണ്ട്, ദൈവികമായിട്ടുള്ള ചില കണ്ടീഷനുകളുണ്ട്. അതനുസരിച്ച് ഒരു ദൈവപൈതൽ മുന്നേറുമ്പോൾ ആ ദൈവിക വാഗ്ദത്തങ്ങൾ അവൻ്റെ ജീവിതത്തിൽ നിറപടിയായി പൂർത്തീകരിക്കപ്പെടുമെന്ന് നമുക്ക് ഈ വേദപുസ്തകത്തിലൂടെ കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ദൈവികമായിട്ടുള്ള ഒരു വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണം സംഭവിച്ച ഒരു ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ വേഗത്തിൽ ക്ഷണിക്കുകയാണ്. 2 ദിനവൃത്താന്തം 6-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വചനത്തിൽ ഇങ്ങനെ നാം വായിക്കുകയാണ്: എൻ്റെ അപ്പനായ ദാവീദിനോട് തിരുവായി കൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അതിലെ ഒരു പ്രത്യേക പാർട്ട് മാത്രം ഞാൻ അടർത്തിയെടുക്കുകയാണ്. തിരുവായി കൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിക്കുന്ന സർവശക്തനായ ദൈവം, സംസാരിക്കുന്ന ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് ബലമുള്ള ഭുജങ്ങളുണ്ട്, ദൈവത്തിന് ബലമുള്ള കരമുണ്ട്. ഇന്ന് പകലിലും തൻ്റെ മക്കൾക്ക് വേണ്ടി വായ കൊണ്ട് സംസാരിക്കുക മാത്രമല്ല, ആ കൈ കൊണ്ട് ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ എൻ്റെ ദൈവം സർവശക്തൻ തന്നെയാണ്. ഇത് പറയുന്നത് ശലോമോൻ രാജാവാണ്. ശലോമോൻ രാജാവ് പുതുതായി താൻ നിർമ്മിച്ച, ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നിർമ്മിച്ച ആ ആലയത്തിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കി തൻ്റെ പിതാവിൻ്റെ അനുഭവങ്ങളെ ഓർത്ത് പറയുകയാണ്: എൻ്റെ അപ്പനോട് എൻ്റെ ദൈവം തിരുവായ് കൊണ്ട് ചിലത് സംസാരിച്ചു, ചില വാഗ്ദത്തങ്ങൾ ദൈവം നൽകി. ആ തിരുവായ് കൊണ്ട് സംസാരിച്ച കാര്യങ്ങൾ തിരുകരം കൊണ്ട്, തൃക്കരം കൊണ്ട്, ബലമുള്ള ഭുജം കൊണ്ട് അതിനെ പൂർത്തീകരിച്ച ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് താൻ പറയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, ഒരു കാര്യം ശ്രദ്ധിക്കുക. ദൈവം എന്തെങ്കിലും നിങ്ങളോട് വായ് കൊണ്ട് തിരുവായ് മൊഴിഞ്ഞ് വാഗ്ദത്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വേദപുസ്തകത്തിലൂടെ ആയിരിക്കാം,
ചില ദൈവദാസന്മാരിലൂടെ ആയിരിക്കാം, പ്രാർത്ഥനയുടെ വേളകളിൽ നമ്മുടെ കാതുകളിൽ നാം കേട്ട ചില ശബ്ദങ്ങളായിരിക്കാം. അതിനെ വിശ്വസിച്ച് ദൈവം പറയുന്ന വാക്കുകൾ പ്രകാരം ജീവിക്കുവാനായിട്ട് നാം തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ കരം തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ഈ സംഭവത്തെപ്പറ്റി ഇങ്ങനെ ഞാൻ പറയട്ടെ. ഇപ്പോൾ ശലോമോൻ നിൽക്കുന്നത് വാഗ്ദത്തം പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ള പ്രൂഫിന് മേൽ ചവിട്ടി നിന്നുകൊണ്ടാണ്. ഇപ്പോൾ ശലോമോൻ രാജാവ് സംസാരിക്കുന്നത് തൻ്റെ പിതാവിനോട് വാഗ്ദത്തം ചെയ്ത് തൻ്റെ ജീവിതത്തിൽ നിറവേറപ്പെട്ട ഒരു വാഗ്ദത്ത പൂർത്തീകരണത്തിൻ്റെ പ്രൂഫുമായിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത്, ചില പ്രൂഫുകൾ ദൈവം ഇന്നാളുകൾ നിങ്ങളുടെ കരങ്ങളിലേക്ക് തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആമേൻ. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് ഒരുപാട് കണ്ണുനീരൊഴുക്കി, ദൈവം വാഗ്ദത്തം ചെയ്തിട്ടും എന്തേ ഇത്ര വൈകുന്നു എന്ന് പറഞ്ഞ് പ്രതീക്ഷകളെല്ലാം അസ്തമിക്കേണ്ടതിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ഞാൻ പറയട്ടെ, അത് പ്രതീക്ഷകൾ അസ്തമിക്കുന്നതിൻ്റെ പടിവാതിലല്ല, വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണത്തിൻ്റെ പടിവാതിലാകുന്നു. അല്പം കൂടെ ക്ഷമയോടെ കാത്തിരുന്നാൽ ദൈവത്തിൻ്റെ തൃക്കരം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ എത്തിച്ചേർന്ന് നിൽക്കുകയാണ്. നമ്മുടെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ്. സംഖ്യാപുസ്തകം 23-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ ഇങ്ങനെ നാം വായിക്കുകയാണ്: വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല, അനുതപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് നിവർത്തിക്കാതിരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? ശ്രദ്ധിക്കുക, നമ്മുടെ ദൈവം ഒരു മനുഷ്യനല്ല. മനുഷ്യൻ ഒരു പക്ഷേ വ്യാജം പറഞ്ഞേക്കും. പല വ്യാജങ്ങളും കേട്ട് മനസ്സ് മുരടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം താങ്കൾ. ആരൊക്കെയോ നിങ്ങളുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു, പ്രതിസന്ധി വരുമ്പോൾ നിന്നെ കൈവിടില്ല എന്ന് പറഞ്ഞു, എന്തു വന്നാലും ഞാൻ നിന്നെ ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞ പലരും നിങ്ങളെ വിട്ട് മാറിപ്പോയില്ലേ? എന്നാലും ഇന്ന് നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണെന്ന് തിരിച്ചറിയുക. മനുഷ്യൻ വ്യാജം പറഞ്ഞേക്കാം, പക്ഷേ വ്യാജം പറയുവാൻ എൻ്റെ ദൈവം, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം, അവൻ മനുഷ്യനല്ല, അവൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. യോശുവ 21-ാം അധ്യായം 45-ാമത്തെ വചനം: യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലവും നിവർത്തിയായി. സകലവും നിവർത്തിയായി. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കണ്ണുകൾ അടയുന്നതിന് മുമ്പ് ദൈവം നിങ്ങൾക്ക് തന്ന വാഗ്ദത്തങ്ങളുണ്ടോ? എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ഒരു പുസ്തകം തുറന്ന് ദൈവിക വാഗ്ദത്തങ്ങൾ എഴുതി വയ്ക്കുക. ദൈവം തന്ന ദർശനങ്ങൾ എഴുതി വയ്ക്കുക. അത് സമാപ്തിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കണ്ണടയുന്നതിന് മുമ്പ് നിങ്ങൾ ആ വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണം കാണുവാനായിട്ട് പോവുകയാണ്. ആ വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണം വരുന്നത് വരെ ദൈവത്തിൽ ആശ്രയിച്ച്, മനുഷ്യനിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ കരത്തിൽ തന്നെ ഒന്ന് മുറുകെ പിടിച്ചിരിക്കുവാനായിട്ട് സന്നദ്ധതയുള്ളൊരു മനസ്സ് താങ്കൾക്കുണ്ടോ? അതിനു മുമ്പ് നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുവാൻ പിശാചിനോ മനുഷ്യനോ കഴിയുകയില്ല. കാരണം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം, അവൻ വാക്കുമാറാത്ത ദൈവമാണ്. അവൻ്റെ തൃക്കൈ നീട്ടി തക്ക സമയത്ത് നിങ്ങളുടെ വാഗ്ദത്തങ്ങളെല്ലാം പൂർത്തീകരിച്ച് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിന്ന് ബൈ ബൈ പറയുവാനായിട്ട് കഴിയുകയുള്ളൂ. 2 കൊരിന്ത്യർ 1-ാം അധ്യായം 20-ാമത്തെ വചനം: ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വമുണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. അവനൊരു വാക്കേ ഉള്ളൂ. അവനൊരു വാക്ക് പറഞ്ഞാൽ അത് വാക്ക് തന്നെയാണ്. അവൻ വാക്ക് മാറുന്ന ദൈവമല്ല. ഒരിക്കൽ കൂടെ പറയട്ടെ, നാം അവിശ്വസ്തരാകുമ്പോൾ വിശ്വസ്തനായി പാർക്കുന്ന ദൈവം, വ്യാജം പറയുവാൻ മനുഷ്യനില്ലാത്ത ദൈവം, നമുക്ക് വേണ്ടി വച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, ശലോമോൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തിരുവായി മൊഴിഞ്ഞ് പറഞ്ഞ വാഗ്ദത്തങ്ങൾ തൃക്കൈ കൊണ്ട് പൂർത്തീകരിക്കുന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യുവാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ തലമുറകൾക്കും കണ്ടുപഠിക്കുവാൻ എൻ്റെ പിതാവിൻ്റെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനെന്ന് പറയത്തക്ക വിധത്തിൽ ഒരു അത്ഭുത സാക്ഷ്യമാക്കി നിങ്ങളുടെ ജീവിതത്തെ ദൈവം മാറ്റുവാനായിട്ട് പോകുന്നു. സന്തോഷമായിരിക്കുക, ധൈര്യമായിരിക്കുക, പ്രത്യാശയോടെ ഇരിക്കുക. ദൈവം അതിനായി നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.